ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ പാടുമ്പോൾ വെൽക്കം വെൽക്കം. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ബർജർ ഹോം പെയിന്റ്സ് ആൻഡ് കോൾഗേറ്റ് പ്രസൻസ് ബിഗ് ബോസിലേക്ക് സ്വാഗതം. അങ്ങനെ 6ാം ആഴ്ചയും പൂർത്തീകരിച്ച് ബിഗ് ബോസ് ഷോ 7ാം ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ആഴ്ചകളൊക്കെ എത്ര പെട്ടെന്നാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ആഴ്ചകൾ മുന്നോട്ട് പോകും തോറും ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുടെ എണ്ണവും കുറഞ്ഞു വരും. ഇന്ന് 6ാമത്തെ എവിക്ഷൻ പ്രോസസ്. വീടിനുള്ളിൽ 7 പേരുണ്ട്. ഇന്നത്തെ എവിക്ഷൻ അവസാനിക്കുന്നതോടുകൂടി അത് 6ആയി ചുരുങ്ങും. നമുക്ക് അകത്ത് പോയി അവരൊന്ന് കാണാം. കഴിഞ്ഞ ആഴ്ചയിലെ ചില കാര്യങ്ങളും അതോടൊപ്പം അതിന് മുമ്പത്തെ ആഴ്ചയിലെ ചില കാര്യങ്ങളും എല്ലാം സംസാരിക്കണം. വരും. സ്വാഗതം സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരാഴ്ച അവസാനിക്കുകയാണ്. ഇന്ന് 6ാമത്തെ എവിക്ഷൻ പ്രോസസ്. അതൊക്കെ അവസാനം സംസാരിക്കാം. മെറീനയോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ആദ്യം തന്നെ ചോദിക്കണം. കഴിഞ്ഞ ആഴ്ച, അതായത് നിങ്ങൾക്ക് ലൈവ് സ്റ്റോറി ടാസ്ക് തന്ന ആഴ്ച, അതിന്റെ അവസാന ആഴ്ചയിൽ മെറീനയുടെ ലൈവ് സ്റ്റോറി പറയാൻ പറഞ്ഞപ്പോൾ അതിനിടയിൽ മെറീന ഒരു കാര്യം പറഞ്ഞു. ഞാനൊരു കോടീശ്വരിയാണ്, എനിക്ക് ഇങ്ങനത്തെ ഷോയിൽ വരേണ്ട ഒരു കാര്യവുമില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നത്? നിങ്ങൾ ഒരു കോടീശ്വരിയാണ്, ഈ ഷോയിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് ഞങ്ങളോട് പറയണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഈ ഷോയിൽ നിന്നും ഒഴിവാക്കി ആ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് അവസരം കിട്ടിയേനെ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്നും വായിൽ നിന്നും വെളിയിൽ വരുമ്പോൾ അത് നിങ്ങൾ തന്നെ ആലോചിക്കണം. കാരണം സ്ക്രിപ്റ്റോ ഒന്നും ഇല്ലാത്തൊരു റിയാലിറ്റി ഗെയിം ഷോ ആണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയ അവസരം പറയാനുള്ള ഒരു സ്റ്റേജ് അല്ല ഈ ബിഗ് ബോസ് സ്റ്റേജ്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു അത്. ഞാൻ ഈ ഷോ തുടങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ ബിഗ് ബോസ് വീടിനുള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ നാവിൽ നിന്നും വരുന്ന വാക്കിന്റെ ബലത്തിലായിരിക്കും ഓരോരോ മത്സരാർത്ഥിയും ആ വീടിനുള്ളിൽ നിൽക്കുക എന്ന്. ദിസ് ഇസ് ഫോർ യുവർ ലാസ്റ്റ് വാർണിംഗ്. ഇന്നത്തെ എവിക്ഷനിൽ നിങ്ങൾ സേവ് ഡൗൺ അടുത്ത ആഴ്ച തൊട്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വരികയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. നിങ്ങളെപ്പോഴും ഒരു മത്സരാർത്ഥിയെ ഇവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ പുറത്തായിരിക്കും. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിൽക്കൂ, നിങ്ങൾക്കല്ല. ആരായിരുന്നു അന്ന് അടുത്തുണ്ടായിരുന്നത്? പിങ്കി പറയൂ. മെറീന ഈ പറഞ്ഞത് നല്ലതായിരുന്നോ? നല്ല കാര്യമായിരുന്നു മെറീന ഇത് പറഞ്ഞത്? സർ, ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അന്നത്തെ ടാസ്കിനിടയിൽ മെറീന പറഞ്ഞത്. മെറീനയുടെ വിചാരം ഇതെന്തോ ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ്. ആദ്യ ദിവസം മുതൽ ഇന്നിതുവരെ മെറീന ഏതോ ടൂർ വന്ന സ്പോട്ടിൽ കറങ്ങുന്ന പോലെ എനിക്ക് തോന്നി. അതായത് ബിഗ് ബോസ് വരുന്ന ടാസ്ക് ആത്മാർത്ഥതയോടെ ചെയ്യുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല, ഒരു ഡ്യൂട്ടിയും ചെയ്യുന്നില്ല, ഇങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് നടക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ ഒരു മത്സരാർത്ഥി പോലും ഈ ഷോയ്ക്ക് വേണ്ടാന്ന് ഞാൻ വരെ ചിന്തിച്ചിട്ടുണ്ട് ചില സമയത്ത്. എന്തിനാണ് ഇങ്ങനെ ഒരു മത്സരാർത്ഥി ഈ ഷോയ്ക്ക് എന്ന്? ഇവിടെ കോടീശ്വരി, പണക്കാരി, പാവപ്പെട്ടവർ, ഇങ്ങനെ ഒരു വേർതിരിവില്ലാത്ത തികച്ചും എല്ലാവരും സമത്വമായ ഒരു ഷോയല്ലേ ഇത്. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യം പോലും ഇല്ല. ഗുഡ്. കണ്ടോ, എത്ര നല്ല പോയിന്റ് ആണ് പിങ്കി പറഞ്ഞത്. ഇതാണ്, ഇവിടെ എല്ലാം സമത്വമായി കളിക്കേണ്ട ഒരു കാര്യമാണ്. കോടീശ്വരി, പാവപ്പെട്ടവരെന്ന വേർതിരിവൊന്നും ഇവിടെ ഇല്ല. കേട്ടോ മെറീന? ഓക്കെ, ഞാൻ ബാക്കി ആരോടും ചോദിക്കുന്നില്ല, കാരണം ബാക്കി എല്ലാവരോടും ചോദിച്ചാൽ ഇതിനെക്കാട്ടും മോശം അഭിപ്രായമൊക്കെ. അപ്പൊ ഞാൻ അത് വിടുകയാണ് ടോപ്പിക്ക്. ഇനി ഇങ്ങനെ ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഓക്കെ സർ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇന്ന് എവിക്ഷനിൽ 4 പേരാണല്ലേ? മെക്സി, മെറീന, കാട്ടാക്കട കോഴി ആൻഡ് പിങ്കി യു സേവ് ഇറ്റ്. നിങ്ങൾ സേവ് ഇറ്റ് ആണ്. ഓക്കെ, ഇനി കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്ക് പലവർണ്ണ പന്തുകൾ എന്ന ടാസ്ക് ആണ് നിങ്ങൾക്ക് ലഭിച്ചത്. എല്ലാവരും നന്നായി ടാസ്ക് ചെയ്തു. ടാസ്കിൽ വിജയിച്ച ജാക്കി ആണല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, വീടിന്റെ പുതിയ ക്യാപ്റ്റൻ കാട്ടാക്കട കോഴി, അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ, താങ്ക് യു. എന്നെ മറന്നില്ല ഉമ്മ. എടാ മോനെ, നിന്നെയൊക്കെ മറക്കാൻ പറ്റുമോ? ഞാൻ ആരെയും മറന്നാലും കുട്ടാ നിന്നെ മറക്കില്ല. ഓ താങ്ക് യു. ഓക്കെ. സോ ഇനി ഇപ്പൊ ടാസ്ക് ഒക്കെ നിങ്ങൾ എല്ലാവരും ചെയ്തു. ഇപ്പോ ഇനി നോമിനേഷനിലുള്ള ഒരു 3 പേരാണ് മിക്സി, മെറീന, കാട്ടാക്കട കോഴി. ഇവർ 3 പേരെ എണീക്കൂ. വീടിന്റെ പുതിയ ക്യാപ്റ്റനായ കാട്ടാക്കട കോഴി എവിക്ഷനിൽ നിന്നും സേവ്ഡ് ആയ വാർത്ത ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. അപ്പൊ ഇനി 2 പേരാണ് മിക്സി, മെറീന.
മെറീന, മിക്സി. ഇതിൽ ഒരാൾ അവിടെ തുടരും, ഒരാൾ എൻ്റെ അടുത്തേക്ക് വരും. എൻ്റെ കയ്യിൽ കാർഡുണ്ട്. പ്രേക്ഷക വിധി പ്രകാരം 6-ാം ആഴ്ചയിലെ എവിക്ഷൻ പ്രോസസ്സിലൂടെ പുറത്തേക്ക് വരുന്നത് വേറെ ആരുമല്ല, മെറീനയാണ്. മെറീന, എല്ലാവരോടും യാത്ര പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാം. മിക്സി, യു എസ് സേവ്. താങ്ക് യു സർ. അങ്ങനെ വീണ്ടും ഒരു എവിക്ഷനിലൂടെ ബിഗ് ബോസ് വീടിനോടും ഷോയിനോടും വിട പറഞ്ഞ് ഒരു മത്സരാർത്ഥി പുറത്തേക്ക് വരികയാണ്. ലെറ്റ്സ് വെൽക്കം മെറീന. മെറീന, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ എവിക്ഷൻ സത്യസന്ധതയോടുകൂടി തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്തു. എൻ്റെ വായിൽ നിന്നും വന്ന അങ്ങനെ ഒരു ടോക്ക് മൂലം എനിക്ക് തോന്നിയിരുന്നു ഈ ആഴ്ച ഞാൻ പുറത്തു പോകുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഷോയാണ്. ഓക്കെ, ഇനിയും ആഴ്ചകൾ മുന്നോട്ട് പോകും തോറും ഓരോരോ മത്സരാർത്ഥി മെറീനെ പോലെ പുറത്തേക്ക് പോകും. ഇനി അടുത്ത ആഴ്ച ആരാണ് പുറത്തേക്ക് പോകുന്നറിയില്ല. നിങ്ങൾക്ക് പോകുന്ന വഴി പോകാം. നമുക്ക് അടുത്ത ആഴ്ച കാണാം.